നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരു പക്ഷേ സ്വന്തം ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അവലംബിക്കാൻ സാധിക്കുമോ എന്ന ഒരു ധാരണ സ്വല്പം കുറവുള്ളതുകൊണ്ട് ചില മേഖലകളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന മേഖലകളോട് ബന്ധപ്പെട്ട ഒരു ഉന്നത തലത്തിലോട് ബന്ധപ്പെട്ടതായുള്ള മറ്റൊരു ഉദ്യോഗത്തിന് വന്നു ചേരുന്നത് സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഈ ഒരു മാസത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അധ്വാനഭാരം കുറവുള്ള തൊഴിൽ മണ്ഡലങ്ങൾക്ക് ഏറ്റെടുക്കുവാനും പ്രായത്തിനെ മാനിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഡിസംബർ മാസത്തോടുകൂടി നടക്കുന്ന മത്സര രംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. രോഗശമനം വന്നു ചേർന്നുവാനിടയുള്ളത് കൊണ്ട് ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട യാത്രയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുവാനിട വരും. പൂർണ്ണമായിട്ടും അതൊരു സ്വച്ഛമാവി തീരണമെങ്കിൽ ഒരു പക്ഷേ 3 മാസം കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നിരുന്നാൽ പോലും ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഹ്രസ്വകാല കൃഷി രീതികളായിരുന്നു അവലംബിച്ചിരുന്നത്. ഇനി മുതൽ ദീർഘകാല വിളകൾക്കനുസരിച്ച് ഒരു വിഭാവനം ചെയ്യുവാനും സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്നിരുന്നാൽ പോലും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള സകുടുംബമുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിട വരും. പ്രത്യുപകാരം ചെയ്യുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരും. ഏറ്റെടുത്ത ദൗത്യം വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും ചെയ്തു തീർക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാവും. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ അനന്ത സാധ്യതകൾ, സ്ഥാനമാനങ്ങൾ, ആനുകൂല്യങ്ങൾ, അവസരങ്ങൾ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ഉണ്ടായിത്തീരും. ജോലി ഉപേക്ഷിക്കാതെ തന്നെ ദീർഘകാലത്തേക്ക് അനുയോജ്യമായിട്ടുള്ള ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ സ്വീകരിക്കുവാനും ആർജിക്കുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം തീർത്തും അവിചാരിതമായിട്ടാണ് എങ്കിൽ പോലും ഇങ്ങനൊരു അവസരം സ്വീകരിക്കുവാനും അവലംബിക്കുവാനും സാധ്യതയുള്ളത് ഒരു പക്ഷേ ആശ്ചര്യത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കും. ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സജീവ സാന്നിധ്യത്താൽ സർവകാര്യ വിജയം നേടുവാൻ അവസരം ഉണ്ടായിത്തീരും. പിതാവിൻ്റെ പലവിധത്തിലുള്ള അസുഖങ്ങൾക്കും വിദഗ്ധമായുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ജോലിസ്ഥലം തന്നെ മാറുവാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണം ക്രമീകരിക്കുവാനും ഇടയുണ്ട്. വസ്തുതർക്കത്തിൽ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന വിധത്തിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാൻ ഇടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ഉത്തരവാദിത്വങ്ങളിൽ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുത്ത് അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. അധികൃതരുടെ പ്രത്യേക അനുമതി പ്രകാരം ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ അവസരം ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ സകുടുംബം സ്ഥിരതാമസത്തിൽ താമസ സൗകര്യത്തോടുകൂടി ഇതായിട്ടുള്ളൊരു സാഹചര്യങ്ങളെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടും.
നടപടിക്രമങ്ങളിലുള്ള കൃത്യത കാരണത്താൽ ചില ജോലിക്കാരെല്ലാം മറ്റു ജോലികൾ നേടിപ്പോകാൻ അവസരം വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കാനുള്ള തീരുമാനത്തിന് ഒരുപക്ഷെ കുടുംബാംഗങ്ങളിൽ നിന്ന് തൃപ്തികരമല്ലാത്ത സമീപനമായതുകൊണ്ട് പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ അവസരം വന്നു ചേരും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കണമോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈ പറയുന്ന വിധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കി പണി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനായിട്ടുള്ളൊരു തീരുമാനത്തിന് മാതാപിതാക്കളുടെ സഹായ സഹകരണവും പോലും ഉണ്ടായിത്തീരുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളെയൊക്കെ അതിജീവിക്കാൻ തക്കവണ്ണം ഒരു സാഹചര്യങ്ങളും അവസരങ്ങളും തൊഴിലവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഒരു പക്ഷേ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ഒരു വർഷത്തിന് ശേഷം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും നിലനിൽപ്പിന് അനുകൂലമാകും വിധത്തിലുള്ള ജോലി അഥവാ തൊഴിൽ അഥവാ വ്യാപാര വിപണന വിതരണ മേഖലകൾ വന്നു ചേരുന്നത് വഴി അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ പുതിയ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി അമിതമായിട്ടുള്ള മരുന്നിൻ്റെ ഔഷധ ഉപയോഗം ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും ആത്മീയ പ്രഭാഷണങ്ങൾ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും അവസരം വന്നു ചേരും. വളരെ കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ യോഗം കാണുന്നുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അശ്രാന്ത പരിശ്രമത്താൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരിയെ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. യാത്രാവേളയിൽ ആഭരണമോ പണമോ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ തീർത്തും ഔചാരിതമായിട്ട് മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾക്ക് വിധേയമായി അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. കലാകായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് പരിശീലനം കൊടുക്കുവാൻ അവസരം വന്നു ചേരും. ഇത്രയും കാലം മത്സരരംഗങ്ങളിൽ പങ്കെടുത്തിരുന്നു, ധാരാളം ശോഭിക്കാൻ അവസരം ഉണ്ടായി. ഇനി മത്സരരംഗങ്ങളിൽ നിന്നെല്ലാം വിട്ട് മത്സരിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അനന്ത സാധ്യതയുള്ള തൊഴിൽ മേഖലകളെ പറ്റി മനസ്സിലാക്കുവാനും ആ ഒരു മേഖലയെ പറ്റിയിട്ട് പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും വളരെ ലക്ഷ്യബോധത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ അവലംബിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട്
ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അതിനുവേണ്ടി ഗൃഹത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുവാനും ദീർഘകാല പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കുവാനും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അവലംബിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും ബന്ധുമിത്രാദികളുടെ മാനസികമായുള്ളൊരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും വാഗ്ദാനം നൽകുവാൻ സാധ്യത കാണുന്നുണ്ട്. വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കാൻ സാധ്യതയുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ യോഗം കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാൻ ഒരു മാനസികമായിട്ടുള്ളൊരവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ളൊരു അവസരങ്ങളുണ്ടാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ഇതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.